ഗൈസ് തന്നെ ആ ഫ്രെയിമിലേക്ക് നമ്മൾ പോകുന്നു ഗൈസ്. ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വ്ളോഗിലേക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പാർക്കിൻ്റെ അടുത്ത് പോയത്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ വീട്ടിലോട്ടേക്ക് പോകാം ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അതും കാണണം. ഇനിയിപ്പോൾ ഞാൻ കുറേ വീഡിയോ ഇട്ടിന് മഞ്ഞക്ക് മുതൽ ആലക്കോട് വഴി നേരെ ഇങ്ങനെ പോകുന്നത്. നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം ഗൈസ്. ബാക്കിൽ ഫ്രണ്ടിൻ്റെ കളിക്കാം. ഓക്കെ അങ്ങനെ പാലക്കൻ തട്ടിലെ കുന്നമ്മൾ കയറി മേലേക്ക് പോകണം. മേലുള്ള ആ കോടൽ നോക്കി നിങ്ങൾ. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ഇങ്ങനെ പോകും. പിന്നെ നിങ്ങൾക്ക് വേറൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ. നിസാൻ്റെ വ്ളോഗ്സിൻ്റെ ഓട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിൽ വരാണ്ട്. അത് കുറച്ച് ടൈം എടുക്കും. എന്ന് വെച്ചാൽ വണ്ടി വർക്ക്ഷോപ്പിൽ വെച്ചിട്ടുണ്ടായിന്. അതിൻ്റെ വ്ളോഗ് വരും. പിന്നെ വണ്ടിൻ്റെ കുറച്ച് പാർട്സ് വേണേനു. അത് നോക്കിയിട്ട് എങ്ങനെ കിട്ടുന്നില്ല. വരുന്നേക്ക് കണ്ടതാണ് വെള്ളം ഇങ്ങനെ പോകുന്ന കേസ്. നിങ്ങളുടെ കാടിൻ്റെ ഇടയ്ക്കേ കൂടി പോകുന്ന ഒരിതാണ് കേസ്. ഇനി ബാക്കിൽ വീടെടുത്തോളൂ. ആ വീടെടുക്കണേ. Guys, amore, il vero. Logo. Ready play? ഗായ്സ് നോക്കി അങ്ങനെ കാഴ്ച ക്യാമറിൽ എത്രത്തോടെ കിട്ടുന്ന നമുക്ക് അറിയില്ല. അത്രയുള്ള ഇറങ്ങിണ്ടിട്ടാ. അല്ല കോടമണി ഇതിലാറ്റി എന്തായാലും വരുന്നതാണ് കേട്ടാ. ഈ ടൈമിന് വരുന്നത് എല്ലാവരും. ഓക്കെ ഗായ്സ്, ഓരോ കുന്ന് കയറുകൊണ്ടല്ല ഇതാ കാഴ്ചന്റെ ഭംഗി കൂടി കൂടി വരിക. ഇത് നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് കാണാൻ പറ്റുമോന്ന് അറിയില്ല. ഇങ്ങനെ കോട ഇതായിട്ട് കണ്ടാ. ഇനി മേളത്തിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. അതായത് ബാക്കാനോ ക്യാമറ വൃത്തിക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗായ്സ് നോക്കിയങ്ങളിത് എൻ്റെ പൊന്നെ, ഇതൊന്നും കാണുന്നില്ലാടുന്ന്. ഫുള്ളും അങ്ങ് മൂടിച്ചുള്ളു. പൊന്നോ അടി തല്ലിത്തലട വീട്ടിലെടുത്ത നിന്നാണ് സീനട്ടാ. എന്നെ മേലേക്ക് പോകാണ്ട് കേസ്. നോക്കാം ക്യാമറയുടെ ക്വാളിറ്റി പോയതാന്നോ അതോ എന്താണെന്നറിയില്ല. ഏതാ നിസാൻ ബ്ലോഗ്സ് വണ്ടി ഇടാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓ സീൻ സീൻ സീൻ. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ 20 rupees. പിന്നെ ഇവിടെ കയറാൻ ടിക്കറ്റ് ഒരാൾക്ക് 35 ഉറുപ്പ്യ വരുന്നത്. ടിക്കറ്റ് എടുത്ത് കയറാൻ. പിന്നെ എന്താ ഇങ്ങനെ ഒരു കാഴ്ച കേസ്. പിന്നെ നമുക്ക് ഇങ്ങനെ നടന്നിങ്ങനെ മേലേക്ക് വിടാം. കയ്യിലും പാന്ന് നോക്കിയേ. ഗൈസ് തന്നെ ആ ഫ്രെയിമിലേക്ക് നമ്മൾ പോകുന്നു ഗൈസ്.
നമ്മൾ നടന്ന് പോയത്. എവിടാ നിങ്ങൾ കണ്ണൂരിൽ ഇല്ലാത്ത ആളാണെങ്കിൽ ആളാണെങ്കിൽ എന്തായാലും വന്നേ പറ്റൂ. വീട്ടിലിങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ മനസ്സിലാക്കുന്നത് വീട്ടിൽ ഇതിനെ വെറുതെ ഇങ്ങനെ മൊബൈൽ നോക്കുന്നുള്ളേ. അപ്പം ഇങ്ങനെ സ്ഥലത്ത് വന്നപ്പോൾ മക്കളെ പറയാൻ നോക്കിയേ, നിങ്ങൾ കാണുന്നു, നിങ്ങൾക്ക് ഫുള്ള് കോട പിടിച്ചിട്ട് ഇപ്പം എല്ലാവരും മസ്തായിട്ട് വരേണ്ട സ്ഥലം തന്നെയാണ് ഈ പാലക്കൻ തട്ടെന്ന് പറഞ്ഞുള്ളത്. എടാ അടിപൊളി കേട്ടാ, ഇത് വേറെ ഒരു എക്സ്പീരിയൻസ് ഗൈസ്. വരുന്നവർ നമ്മുടെ തളിപ്പറമ്പ് വരുന്നവർ നടുവിൽ വഴി വരുന്ന ഏറ്റവും നല്ലത്, അതാണ് ബെസ്റ്റ് റോഡ്. എൻ്റെ ഫ്രണ്ട് വേറെ റോഡ് വഴിയാണ് വന്നത്, ആ റോഡ് ഭയങ്കര മോശമാണെന്ന് പറയുന്നത്. നടുവിലെ കൂടി വരുന്ന ഏറ്റവും നല്ലത് ഗൈസ്. അങ്ങനെ പാലക്കൻ തട്ട് ടോപ്പിലങ്ങനെ ക്യാമറ കുറച്ച് നോക്കൂ. എങ്ങനെയുണ്ട്? വെറുതെയൊക്കെയാണ് നല്ല എത്ര അല്ലാതെ പണിക്ക് പോകുന്നവർ പണിക്ക് വെച്ച് പൈസ ഉണ്ടാക്കാണ്. അങ്ങനെ ചില വീട്ടുകാരെ ചില ജീവിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ. അപ്പൊ നിങ്ങള് എന്താക്കാ, വീട്ടിൽ നിൽക്കാണ്ട് പുറത്ത് പോവാ, എൻജോയ് ചെയ്യാ, യാത്രകൾ ചെയ്യാ, ലൈഫ് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാ, അടിപൊളിയാക്കാം. നോക്കാൻ അങ്ങോട്ട് എന്തൊരു ഭംഗിയാണ് കാണാന്. പിന്നെ ഫുള്ള് കോടം മണ്ണ് മൂടിട്ട് പോയി, അവിടെ തണുത്ത കാറ്റോ ഓക്കെ പറഞ്ഞണ്ടാ. ഇതങ്ങനെയാണ് ലൈഫാണ്, എൻജോയ് ചെയ്യണം നമ്മൾ. ഓക്കെ, അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയ്ക്ക് വരും. കയറാൻ വല്ലാത്ത സുഖം. നീ എന്താന്ന് പേടിയൊന്നുമില്ലേ? മിനിറ്റ്